ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ശാലു ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. അതും ചിക്കൻ ബിരിയാണി വെറൈറ്റി ദമ്മിലിട്ടിട്ടാണ് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ദമ്മിലിട്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. ഇതുപോലെ എന്ത് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പൊ എന്തൊക്കെ വേണ്ടേന്ന് വെച്ചാല് ഇവിടെ എടുത്തിട്ടുള്ളത് 2.5 കിലോ ചിക്കൻ ആണ്. അതിക്ക് 1.5 കിലോ അരി, ഏകദേശം 1 കിലോ സവാള, 3/4 കിലോ തക്കാളി, പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റ് ആണ്. അത് പേസ്റ്റ് അല്ല, ക്രഷ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയത്, ക്രഷ്ഡ്. പിന്നെ നമ്മുടെ കൊറിയാണ്ടർ, പുതിന, വേപ്പില, അങ്ങനെ. പിന്നെ ഇത് നമ്മളെ ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഇത് ആവശ്യമുള്ള മസാലകള്, പിന്നെ നെയ്യ്. മസാല എന്തൊക്കെ? മുളകുപൊടി, മുളക്, മഞ്ഞള്, ഗരം മസാല, പിന്നെ ഉപ്പ്. പിന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, നമ്മൾ ആവശ്യത്തിന് ഇടാണ് ചെയ്യാം. ഏലക്കായ, ഗ്രാമ്പൂ, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, പിന്നെ സ്പൈസസ്, പിന്നെ നെയ്യ്. അപ്പൊ ഇത്രയൊക്കെ ആവശ്യങ്ങളാണ്, ഇത്രയൊക്കെ സാധനങ്ങളാണ് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാല് ചിക്കൻ ദം ബിരിയാണി. തുടങ്ങല്ലേ? അപ്പൊ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാണ്, ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പൊ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ സവാള ഇട്ട് കൊടുക്കാണ്. ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ അരി വേവിക്കണ വെള്ളത്തിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാണ്. നമ്മുടെ സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചിടാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ച മസാല ഒക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂണ് മുളകും പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായി ജോയിന്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചിക്കൻ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരിക്ക് വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി നെയ്യിൽ വറക്കാൻ പോവാണ്. അപ്പം അതിനാദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 നെയ്യ് ചൂടായിട്ടുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള സവാള വറുത്തെടുക്കാണ് നെയ്യിലാട്ടോ. നെയ്യ് നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല, പിന്നെ മല്ലിച്ചപ്പും പുതിന, കുറച്ച് കറിവേപ്പില. ബാക്കി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ്. പിന്നെ ഇത്തിരി നാരങ്ങ നീര്. നമ്മുടെ മസാലയും റൈസും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദം ഇടാൻ പോവുകയാണ്. ആദ്യം കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തോ? സ്റ്റെപ്പായിട്ട് ദമ്മ എന്താന്ന വിചാരം? തിന്നാനുള്ള സാരല്ല.
കുടിക്കാനുള്ളതല്ലേ. ഇയാള് ബിരിയാണി ദമ്മിടാൻ പറഞ്ഞപ്പോ ബിരിയാണി ഉണ്ടാക്കിട്ട് അതില് ദമ്മ് പറഞ്ഞ സാധനം ഇടാന്ന് ദമ്മിട്ടിട്ട് തിന്നെ, ദമ്മായിട്ട് തിന്നെ ഇട്ടിട്ടില്ലേ? ഓ ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, കുറച്ച് മസാല ഇടണല്ലേ? യെസ്. നെക്സ്റ്റ് നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇതിൽ നിന്ന് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ച കൊറിയാണ്ടർ ലീഫും പുതിന ലീഫും വിതറി കൊടുക്കാം. ഗരം മസാല ഒരു നുള്ള്, നെക്സ്റ്റ് ഒരു നുള്ള് ഗരം മസാല കുറച്ച് മതി ഇട്ടാ, ജസ്റ്റ്. വീണ്ടും മസാല ഇട്ടോണ്ടിരിക്കുക. യെസ്, നെക്സ്റ്റ് ലെയർ. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. ഇത് ബിരിയാണി എസൻസ് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പം അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വെച്ച സവാള. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഏയ്, ഓക്കെ, അങ്ങനെ നമ്മുടെ ബിരിയാണി ആയിരിക്കുന്ന ഇത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ഗ്യാസ് സിമ്മാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബിരിയാണി തിന്നാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കാം. യെസ്, സ്വാദിഷ്ടമായ ബിരിയാണി റെഡി. ഇന്ന് നമുക്ക് വാളാമ്പ വശത്ത് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം, അത് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഉമ്മാനെ വിളിക്കാം. ഉമ്മാ, അപ്പൊ ഇനിയിപ്പോ ഇതിന് കറക്റ്റായിട്ട് വിളമ്പാൻ വേണ്ടിട്ട് ഉമ്മാനെ വിളിക്കണ. ഇതാ വിളമ്പുമ്മ. എങ്ങനെയുണ്ട് ബിരിയാണി ഉമ്മ കാണാന്? കാണാൻ അടിപൊളിയാണ്, കഴിച്ചു നോക്കിട്ട് പറയാ എങ്ങനെയുണ്ട്. മിക്സ് ചെയ്യണല്ലേ? കാണുമ്പോ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കേണ്ട ആവശ്യമില്ല, നല്ല മണൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതല്ലേ, ശരിയാ. നീ ടേസ്റ്റ് അറിയണമെങ്കിൽ ഉപ്പാട് ചോദിക്കാൻ പറ്റും. ഡേ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ടുണ്ട്. അവര് കഴിച്ചിട്ട് റിവ്യൂ എങ്ങനെ ഉണ്ട് നമുക്ക് ചോദിച്ചോക്കാം. എല്ലാരും കഴിക്കോ വയം നിറച്ച് കഴിക്കോ? അടിപൊളിയായിട്ടുണ്ട്. മസാല ഒക്കെ പീസിൽ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ചോക്കാം എങ്ങനെയുണ്ട്? നമ്മയുണ്ട്. അടിപൊളി. അടിപൊളിയായി എന്നുവെച്ചാ ആദ്യമായിട്ട് വെക്കണേന്ന് പറയില്ല. താങ്ക് യു. റിവ്യൂ ഉണ്ട്. അപ്പൊ നമ്മുടെ വഞ്ഞൂരിന്ന് കഴിച്ചോ. അപ്പൊ നമ്മളെ വ്ളോഗിന്റെ സെക്ഷനോട് വൈൻഡിപ്പ് ചെയ്യണല്ലേ. അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.